ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട അതുപോലെ ഒഴിവാക്കേണ്ട മിസ്റ്റേക്കുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ യൂട്യൂബിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് ഇന്ന രീതിയിൽ സംഭവിക്കും എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ചെറിയ തെറ്റുകൾ കൊണ്ട് നമ്മുടെ ചാനൽ നഷ്ടമായേക്കാം, മോണിറ്റൈസേഷൻ പോയേക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ഒരു മിസ്റ്റേക്ക് നമുക്ക് എന്താ പറയാ നമ്മുടെ ചാനലിനെ എഫക്ട് ചെയ്യില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങൾ ഈ ഒരു തെറ്റുകൾ വരുത്താതിരിക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിലാദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ ഗ്യാപ്പ് എടുക്കാറുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവരും പറയും നമ്മൾ വീഡിയോ ഗ്യാപ്പ് എടുക്കരുത് എന്ന് പറയാറില്ല. അപ്പൊ നമുക്കറിയാം ഗ്യാപ്പ് എടുത്താൽ എന്താണ് സംഭവിക്കുക, ചാനലിന്റെ റീച്ച് പോകും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അവർക്ക് ഒരു 2-3 മാസം ഗ്യാപ്പ് എടുക്കേണ്ടതുണ്ട്. അവർക്ക് വീഡിയോ ചെയ്യാൻ യാതൊരുവിധ സാഹചര്യവും ഇല്ല. അങ്ങനെയെങ്കിൽ അവർ ഗ്യാപ്പ് എടുത്തല്ലേ മതിയാവും. അപ്പൊ അവർക്ക് ചാനലിന്റെ റീച്ചിനേക്കാൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഗ്യാപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ കാര്യം 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ഗ്യാപ്പ് എടുക്കരുത് എന്ന് പറയുന്നത് എന്തിനാണ്, ചാനലിന്റെ റീച്ചിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. പക്ഷെ ചാനലിന്റെ റീച്ചും അതുപോലെ നമ്മുടെ ചാനലിൽ ഒരു മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ 6 മാസത്തിൽ കൂടുതൽ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാകുന്നതാണ്. പകരം നമ്മൾ വീണ്ടും നമ്മുടെ ചാനലില് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇത്രയും സമയം നമ്മൾ ഗ്യാപ്പ് എടുത്ത ചാനലിൽ പിന്നീട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാപ്പ് എടുക്കാതിരിക്കുക. ഗ്യാപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ചിലർക്ക് ഇപ്പൊ ലേഡീസ് ഒക്കെ ആണെങ്കിൽ ഡെലിവറി പ്രോബ്ലം ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അവർ പറയാറുള്ളത് ഗ്യാപ്പ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ഗ്യാപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. 6 മാസത്തിന്റെ ഗ്യാപ്പിൽ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത്, അതല്ലാതെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതല്ലാതെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 6 മാസത്തിന്റെ ഇടയിൽ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷോർട്സോ ലോങ്ങോ പോസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ പറയുന്ന മിസ്റ്റേക്ക്, ഇത് ചില ക്രിയേറ്റേഴ്സിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അതായത് നമ്മുടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താതിരിക്കുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് വാച്ച് ടൈം വരുന്നില്ല, ഞങ്ങളുടെ വീഡിയോ റീച്ച് ആകുന്നില്ല എന്നുള്ളതൊക്കെ. എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ചിലർ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവരുടെ ഓഡിയൻസുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ടാവില്ല. അത് നമ്മൾ എന്ത് വീഡിയോയിൽ കാണിക്കുമ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കതിൽ ഒരു വോയിസ് കൊടുക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഓഡിയൻസിന് നമ്മുടെ ചാനലിൽ ഇങ്ങനെ നിന്ന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയാണല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. അതല്ലാതെ നമ്മുടെ ഓഡിയൻസിനെ എൻഗേജ്ഡ് ആയിട്ട് നിർത്താൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് ചാനലിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്ക് ആണിത്. ഇത് നല്ലൊരു സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്യാത്തതിന്റെ പ്രോബ്ലം ആണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ചാനലിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ ലോങ് ചെയ്യുന്നവരാണെങ്കിൽ ഷോർട്സ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാബും കാര്യങ്ങളും പോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ ഓഡിയൻസുമായിട്ട് എപ്പോഴും ഇന്ററാക്ഷൻ നടത്തേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതാണെങ്കിൽ നമ്മൾ ലൈക്ക്, കമന്റ്, നമ്മുടെ കമന്റിന് ലൈക്ക് കൊടുക്കുക, അതുപോലെ നമുക്ക് എന്താ പറയാ അതിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ ഇതിനോടുകൂടി ചേർത്ത് പറയേണ്ടതാണ്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്, നമ്മുടെ ചാനലിന് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പീൽ കൊടുക്കാതിരിക്കുക. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. റീയൂസ്ഡ് പ്രോബ്ലം, യെല്ലോ കളർ ഡോളർ വരിക, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും റൂൾ വയലേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പീൽ കൊടുക്കാതിരിക്കുന്നുണ്ട് പലരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം റീയൂസ്ഡ്. ആ റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പീൽ കൊടുക്കാതിരിക്കരുത്.
നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പീല് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് അത് അപ്പീൽ ചെയ്തു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ ദോഷവും നമുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ ഒരു അപ്പീല് കൊടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, എന്താ പറയുക, ഒരു ടെൻഡൻസി നിങ്ങൾ എല്ലാവരും കാണിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആ ഒരു പ്രൈമറി ചെക്കിങ്ങിൽ റിജക്റ്റ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുന്നുണ്ട്. അത് ഈ ഒരു മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി എല്ലാ റൂൾ വയലേഷനും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അതിൽ നിന്ന് പിൻവാങ്ങരുത്, അപ്പീൽ ഒന്ന് കൊടുത്ത് നോക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കുകളിൽ ഒന്നാണ് VPN. അതായത് പ്രവാസികൾക്കാണ് ഇത് ഒരുപക്ഷെ കൂടുതൽ എഫക്ട് ചെയ്യാറുള്ളത്. കാരണം അവർ വാട്സപ്പ് കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് VPN എനേബിൾ ആക്കി വെക്കാറുണ്ട്. ഈ ഒരു VPN എനേബിൾ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കാണുക അല്ലെങ്കിൽ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ പെട്ടെന്നൊരു ദിവസം അങ്ങ് റിമൂവ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനോടുകൂടെ ചേർത്ത് പറയേണ്ട കാര്യം, VPN ഉപയോഗിച്ചിട്ട് ഡോളർ കൂട്ടാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഫോണിൽ ഒരു VPN ഇൻസ്റ്റാൾ ആയിട്ട് അത് ഓപ്പണായി എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനത്, നമ്മുടെ ചാനലിനത് നെഗറ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡോളർ കയറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക. അതുപോലെ ഈ VPN ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും അത് ഒരു യൂട്യൂബിൽ അത് റൂൾ വയലേഷൻ ആയിട്ട് പല ആളുകളുടെയും ചാനൽ ടെർമിനേറ്റ് ആകുന്നുണ്ട്, റിമൂവ് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് കോമൺ ആയിട്ട് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഫേക്ക് ട്രാഫിക്. അതെ, നമ്മൾ സബ് അതുപോലെ വാച്ച് ടൈം ഫേക്ക് ആയിട്ട് കൊണ്ടുവരിക. മാക്സിമം അല്ല, അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ചാനലിന് നെഗറ്റീവ് ആണ്. ഏത് രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ നോക്കി കണ്ടാലും ഒരു തരത്തിലും നിങ്ങളുടെ ചാനലിന് അത് ഗുണകരമല്ല. 100% അത് നെഗറ്റീവ് ആണ്. കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അടുത്തൊരു മിസ്റ്റേക്ക്, ചില ക്രിയേറ്റേഴ്സ് എങ്കിലും ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ അവരൊരു മോണിറ്റൈസേഷൻ ഓൺ ആക്കി അങ്ങ് പോവുകയാണ്. പല ചാനൽ ചെക്ക് ചെയ്യുമ്പോഴും നമ്മൾ കാണുന്നത് മിഡ് റോൾ ആഡ്സ് ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ 7 മിനിറ്റ് 50 സെക്കൻഡ് അതുപോലെ 7 മിനിറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് 8 മിനിറ്റിലേക്ക് ആക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വരുമാനം, ഇത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, നിങ്ങളുടെ ഓഡിയൻസിനെ ചടപ്പിക്കാനല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൽ തന്നെ മിഡ് റോൾ ആഡ്സ് 8 മിനിറ്റിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിൽ മിഡ് റോൾ ആഡ്സ് വരും. അതിൽ തന്നെ ഇന്ററപ്റ്റീവ് ആഡ്സ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ചാനലിന്റെ വരുമാനം കുറയാനും കൂടാനൊക്കെ കാരണമാകുന്ന ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് പരാതികൾ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കും ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ റവന്യൂവിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിഞ്ഞ് അത് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ ഹാഫ് മോണിറ്റൈസേഷൻ, അത് നമ്മൾ ചെയ്യാതിരിക്കരുത്. ഇത് ഞാൻ കോമൺ ആയിട്ട് എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യണം എന്നുള്ളത്. കാരണം നമ്മുടെ ചാനലിൽ എന്തെങ്കിലും റൂൾ വയലേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ കഴിയും. പലരും ഹാഫ് മോണിറ്റൈസേഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, കാരണം എനിക്ക് അതിലൂടെ വരുമാനം ലഭിക്കാൻ സാധ്യത കുറവാണെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ പലരും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ എന്നുള്ള ഭാഗം എടുത്തിട്ട് അതിൽ ഓരോ വാച്ച് പേജ് ആഡ്സ് അതുപോലെ ഷോപ്പിംഗ് ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കും, ഷോർട്സ് ഫീഡ് ആഡ്സ് അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ അവിടെ ഒരു മോണിറ്റൈസേഷൻ ലീവ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ചിലർ ഇത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യും. അപ്പൊ പാസ്വേഡ് ഒക്കെ ചോദിക്കും, അപ്പൊ പാസ്വേഡ് അടിച്ചു കൊടുക്കും. പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അങ്ങ് പോയി ചാനലിന്റെ മോണിറ്റൈസേഷൻ തന്നെ റിമൂവ് ചെയ്യാറുണ്ട് ചിലര്. അപ്പൊ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ചാനൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആക്കാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങളുടെ കൗതുകം കൂടിയിട്ട് അത് ചെയ്യരുത്. ചിലരെങ്കിലും അത് ചെയ്തിട്ട് പ്രശ്നമായിട്ടുണ്ട്. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് മിക്സ്ഡ് കണ്ടന്റ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ എങ്ങനെ ചാനലിനെ എഫക്ട് ചെയ്യും എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ തന്നെ പറയേണ്ടതുണ്ട്. എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങളൊരു ഒരു പ്രത്യേക കാറ്റഗറിയിൽ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ മിക്സ്ഡ് കണ്ടന്റ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ ചാനലിന് നല്ലത്. നിങ്ങളുടെ ഓഡിയൻസിന്, ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അത് മിക്സ്ഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഒരു പക്ഷെ നെഗറ്റീവ് ആയേക്കാം. നിങ്ങളുടെ ഒരു
നിങ്ങളാണ് ഇതിൽ പെർഫോം ചെയ്യുന്ന ഒരാള് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടത് മിക്സഡ് കണ്ടന്റ് നമ്മൾ പറഞ്ഞു, അതാണ് ഞാൻ കൂടുതൽ പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് കണ്ടന്റ്, നമ്മൾ ഇന്ന് ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് നാളെ ചെയ്യുന്ന അതുമായിട്ടുള്ള ഒരു ചില സബ്ജക്റ്റുകൾ അങ്ങനെ വരാറുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇന്നൊരു മൂവിയെ കുറിച്ച് ഇന്ന് തുടരും മൂവി കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, അതിന് റിവ്യൂ പറയുന്നു, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുന്നു. നാളെ നേരെ നമ്മളൊരു ഓർത്തഡോക്സ് വിഷയം, മതപരമായിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുന്നു. രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യൂസിനെ അത് കാര്യമായിട്ട് ബാധിച്ചേക്കാം. അപ്പൊ അത് അങ്ങനത്തെ മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യരുത്. അതുപോലെ SEO, നിങ്ങൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിലൊക്കെ നിങ്ങൾ അവോയ്ഡ്, അതായത് ഇതിലൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകരുത്. കോപ്പിറൈറ്റ് കണ്ടന്റ് ശ്രദ്ധിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് മ്യൂസിക്കിൽ വന്നാലും നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുമ്പോൾ ഒരുപക്ഷെ അത് മോണിറ്റൈസേഷൻ ആക്കാൻ കഴിയില്ല, ഇന്നെലിജിബിൾ ആയിരിക്കും, അതിൽ റവന്യൂ ഷെയർ ഒക്കെ ആയിരിക്കും. അപ്പൊ മാക്സിമം നമ്മൾ നമ്മുടെ ശീലം പെർഫെക്റ്റ്ലി എല്ലാം ഓക്കെ ആക്കിയിട്ട് നല്ലൊരു ക്രിയേറ്റർ, ഒരു ഗുഡ് ക്രിയേറ്റർ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു പോയിട്ടൊന്നും എഡിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യങ്ങളൊന്നും വരില്ല. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അങ്ങനെ ലിസ്റ്റ് ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിനെ കുറിച്ച് അടുത്ത ഒരു പാർട്ടായിട്ട് പറയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ അടുത്ത പാർട്ടുമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിപ്പോ മാക്സിമം നിങ്ങളുടെ കമന്റിൽ നിന്ന് ആണ് ഞാൻ മാക്സിമം കണ്ടന്റ് ഇപ്പൊ നെക്സ്റ്റ് ടൈമിൽ ചെയ്യുന്നത്. കാരണം ഒരാൾക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറ്റുമ്പോൾ അതേ രീതിയിൽ ചിന്തിക്കുന്ന വേറെ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് നിങ്ങൾ ക്രിയേറ്റേഴ്സിന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ രീതിയിൽ വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.